വസിയതി. ഉമ്മമാരെ, മഹത്തുക്കൾ ഉപദേശിച്ചു നിങ്ങളെ സംബന്ധിച്ച്. ഉമ്മ എന്ന് പറഞ്ഞാൽ, ആ ഉമ്മ എന്ന് പറയുന്ന പദവിയെ കുറിച്ച് മഹാന്മാര് പഠിപ്പിച്ചത് മദ്റസത്തുൻ. ഉമ്മ എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സിറ്റിയാണ്, ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്, ഒരു മദ്രസയാണ്. അതിനെ നീ വേണ്ട പോലെ തയ്യാറാക്കി കഴിഞ്ഞാൽ, പെൺമക്കളാണല്ലോ നാളെയുടെ ഉമ്മമാര്. എന്റെ ഈ മജ്‌ലിസിൽ ഒരുപാട് സഹോദരിമാരുണ്ട്. നിങ്ങൾ നാളെയുടെ ഉമ്മമാരാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അങ്ങനെ നാളെയുടെ ഉമ്മമാരായി വരുന്ന നമ്മുടെ പെൺമക്കള് അവനെ നന്നായി തർബിയത്ത് ചെയ്താൽ, അതുകൊണ്ട് നീ തയ്യാറാക്കുന്നത് വിശുദ്ധരായ നല്ല പക്വതയുള്ള ഒരു നല്ല തലമുറയെ തന്നെ നിനക്ക് വളർത്തിയെടുക്കാൻ. ഉമ്മ നന്നായാൽ തലമുറകൾ നല്ലതാകുമെന്ന് അയിമ്മത്ത് രേഖപ്പെടുത്തി തരുകയാണ്. 40 ദീനാറുമായിട്ട് ഒരു ഉമ്മ തന്റെ പ്രിയപ്പെട്ട മകനെ ചേർത്ത് വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഇത് നീ കയ്യിൽ വെക്കണം. നിന്റെ ഇൽമു പഠിക്കുന്ന വേളയിലുള്ള യാത്രാ ചെലവുകൾക്കും നിനക്ക് ഇൽമു പഠിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ നീ ആരോടും കളവ് പറയരുതെന്ന ആ ഉപദേശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഔലിയാക്കന്മാരുടെ നേതാക്കളെയും നേതാക്കളായി മാറിയ അശ്ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി കളവ് പാരായല്ല എന്നും ചൊന്നാര് കള്ളന് കയ്യില് പൊന്ന് കൊടുത്തോവാർ ബിൽ ഖുതുബി അബ്ബാനി വൽ ഗൗസി സമദാനി നജീന മിൻ കുല്ലി ആഫാതി യാ അല്ലാഹ്. അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായി എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഉപദേശിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ മക്കളോട് എപ്പോഴും ഉപദേശിക്കണേ, മോനെ എത്ര വലിയ പ്രതിസന്ധി നേരിടേണ്ടി വന്നാലും കളവ് നിന്റെ ജീവിതത്തിൽ